മജീദേ, വന്ന് കിടക്ക്. നിന്നോടാ പറഞ്ഞത്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ പാതിരാത്രിയിൽ നിന്നെ ഉപദേശിക്കാനൊന്നും എനിക്ക് വയ്യ മജീദേ. എനിക്കറിയാം, താൻ എന്നെ ഒരുപാട് സഹിക്കുകയാണ്. സഹിക്കയാണ്. പക്ഷേ ഇതുപോലുള്ള നിന്റെ ഇരിപ്പും ചിന്തയും ഞാൻ തീരെ സഹിക്കില്ല. എടാ, ഞാൻ പറഞ്ഞില്ലേ, MLA കണ്ട് സംസാരിച്ചു, നാളെ നമ്മൾ മന്ത്രിയെ കാണും, എല്ലാം നേരെയാവുന്നു. തോന്നുന്നില്ല. ഞാനൊരു ഭാഗ്യദോഷിയാണ് രാമേന്ദ്ര. നീ ഒരു വിവരദോഷിയാണ്. എടാ, മന്ത്രി ആ സ്ഥലം അലോട്ട് ചെയ്ത് തന്നാൽ നമ്മുടെ സംരംഭം വിജയിക്കും. അതോടെ നീ മാത്രമല്ല, തൊഴിലില്ലാത്ത പലരും രക്ഷപ്പെടും. നീ അതിനെപ്പറ്റി വല്ലതും ആലോചിക്കും മജീദേ. അതുവരെ ഞാൻ ഇനി എത്ര കാലം തനിക്കൊരു ഭാരമായിട്ട് ജീവിക്കും? എനിക്ക് തെറ്റി. നിനക്ക് എന്നോട് സ്നേഹമില്ല. നീ എന്നെ അന്യനായിട്ടാ കാണുന്നത്. ഞാൻ അല്ലേലും ഇങ്ങനെ പറയാൻ നിനക്ക് തോന്നൂല. ഒരു വയറ്റിൽ പറഞ്ഞില്ല, പക്ഷേ നീ എന്റെ അനുജന. അറിയോ നിനക്ക്? അറിയോന്ന്? ഒരു സ്കൂൾ ടീച്ചറുടെ ജോലി കിട്ടാൻ ഇപ്പൊ 1 ലക്ഷം കൊടുക്കണം. ഏതെങ്കിലും സ്വകാര്യ ഫാക്ടറിയിലോ മറ്റോ കയറി പറ്റണമെങ്കിൽ 4-5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. കുട്ടികളെ ഡിഗ്രി വരെ എത്തിക്കുമ്പോഴേക്ക് നട്ടിലൊടിയുന്ന ഇടത്തരക്കാരന് ഈ നാട്ടിൽ ഒരു രക്ഷയില്ല സാർ. 1-2 ആഴ്ച കൊണ്ട് സോഷ്യലിസം വരുത്താൻ പറ്റില്ലല്ലോ. സോഷ്യലിസം വേണ്ട സാർ. ഒരു നേരമെങ്കിലും വിശപ്പടക്കാനുള്ള ഒരു ചുറ്റുപാട്. എല്ലാ ജോലിയും മാന്യതയുള്ളതാണ്. പക്ഷെ റോഡിൽ ടാറിടുന്ന ജോലിക്ക് MSc ഡിഗ്രി ആവശ്യമില്ലല്ലോ. ഫലത്തിൽ മജീദ് ഇപ്പോൾ ഒരു അനാഥനാണ്. മിസ്റ്റർ രാമേന്ദ്രന്റെയും കൂടി ശ്രമം കൊണ്ടാണ് തൊഴിലില്ലാത്ത 19 പേരെ സംഘടിപ്പിച്ച് ഇങ്ങനൊരു സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ. ആ സ്ഥലം എത്ര സെന്റ് ഉണ്ട്? 50 സെന്റ് കാണും സാർ. ഒരു കെട്ടിടം, അതിൽ പല പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് വിളിക്കാവുന്ന വിപുലമായ ഒരു സംവിധാനം തുടക്കത്തിൽ വേണ്ട. ബാങ്കുകൾ സഹായിക്കും. പക്ഷെ ഈ സ്ഥലം സൊസൈറ്റിയുടെ പൊസഷനിൽ കിട്ടിയാൽ മാത്രമേ. മനസ്സിലായി. പണ്ട് ഏതോ സർക്കാർ ഓഫീസ് പണിയാൻ അവിടെ തറക്കല്ലിട്ടിരുന്നു. അത് പിന്നീട് ബസ് സ്റ്റാൻഡിനടുത്തേക്ക് മാറ്റിയല്ലോ. അതെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു സംരംഭത്തിന് ഞാൻ സഹായിക്കണ്ടേ? ധൈര്യമായിട്ട് പോയിക്കോ. സ്ഥലം അലോട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. എന്താ പോരെ? താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇതൊരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മളെല്ലാവരും രക്ഷപ്പെടണം. ബാങ്ക് ലോൺ കിട്ടാൻ കുറച്ച് കാലതാമസം എടുത്തെന്ന് വരും. അതുവരെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാവണം. അതിന് വല്ല മാലയോ സ്വർണത്തിന്റെ കമലോ ഒക്കെ പണയം വെക്കേണ്ടി വരും. അല്ലേ മജീദേ? അത് വേണ്ടി വരും. വേണ്ടി വന്നാൽ പത്രാഫീസിലെ പണി കളഞ്ഞ് ഞാനും രംഗത്തിറങ്ങും. ചേച്ചി, തിരിച്ചടികൾ കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തി സംഭരിക്കേണ്ടത്. സോപ്പ് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമല്ല, പ്ലാസ്റ്റിക് കൂടെയുടെ മാർക്കറ്റും നമ്മൾ വിപുലപ്പെടുത്തും. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൂടി വേണമായിരുന്നു. ഈ പറയുന്നത് പോലൊക്കെ നടന്ന നല്ലതാ. എന്തായാലും നടക്കും. സ്ഥലമായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു പിടിവള്ളിയാണ്. ഈ പിടിവള്ളി ശരിക്കും അങ്ങോട്ട് മുറുക്കി പിടിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം ഇതുവരെ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രമില്ല. രാജലക്ഷ്മി ചേച്ചി നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഭാഗ്യം തന്നെ. അത് ഇവൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്ക്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അല്ല, ഈ സൊസൈറ്റിയുടെ കാര്യം വിശദമായി ഒന്നുകൂടെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ. അല്ല, ഇപ്പൊ തന്നെ നേരെ ഒരുപാട് അവർക്കൊക്കെ ഉറങ്ങാൻ സമയമായിട്ടുണ്ടാവും. ബാ. എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു? എന്താ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്? അല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കണ്ട. റോട്ടിലെ ടാർ പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. നാളെ നീ സാരി ഉടുത്താ മതി കേട്ടോ. വേണ്ട, കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. MLA അനിയത്തിയല്ലേ, ഞാൻ അകമേലെ നടക്കൂ. ദേ, അവിടെ വെച്ച് നീ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. അധികാരമൊക്കെ അവിടുത്തെ മരുമോളായ ശേഷം മതി. ദേ, അമ്മാവനോട് ബഹളം കൂട്ടി തുടങ്ങി. വേഗം ആട്ടെ. എന്താ കാണാതെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഞാൻ. പുറപ്പെടാൻ നേരത്ത് നമ്മുടെ ആൾക്കൊരു മടി. ബന്ധം ഉറക്കണതിന് മുമ്പ് എല്ലാരും കൂടി എന്തിനാ പോണേന്ന്. അത് ശരി. ഈ ബന്ധം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധമുള്ളതല്ലേ കുടുംബക്കാര് തമ്മില്. അത് മറക്കാൻ പറ്റുമോ? കൂട്ടിക്കോളൂ അമ്മേ. ചേച്ചി, മക്കളെവിടെ? അമ്മായിനോട് നിർത്തി. വെറുതെ സ്കൂൾ മുടക്കണ്ടല്ലോ. ചേച്ചി, എന്താ ഉദയ? ഒരു മിനിറ്റ്. ആകെ പ്രശ്നമായി. എന്താ? നമ്മൾ ഇൻഡസ്ട്രി തുടങ്ങാൻ പോകുന്ന സ്ഥലത്ത് ഒരു ബാർ അറ്റാച്ച് ഹോട്ടൽ വരാൻ പോവാന്ന്. അവര് ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞു. ചേച്ചി ഒന്ന് വരണം. മിനിസ്റ്റർ നേരിട്ട് സമ്മതിച്ചാണല്ലോ അത് നമുക്ക് തരാമെന്ന്. എന്ത് കള്ളക്കളിയാ നടന്നെന്ന് അറിയില്ല. അവരുടെ ആളുകൾ കല്ലും മണ്ണും ഒക്കെ ഇറക്കി തുടങ്ങി. നമ്മളിട്ട് ഷെഡും പൊളിച്ചു കളഞ്ഞു. മജീദൊക്കെ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. ഞാൻ ചേച്ചിയെ കൊണ്ട് വരാന്ന് പറഞ്ഞ് ഓടിപ്പോന്നത്. ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാണല്ലോ. ചേച്ചി വന്നില്ല ആകെ കുഴപ്പം. എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നിൽക്കുക എല്ലാവരും. ഹലോ സാർ, ഇത് രാജലക്ഷ്മിയാണ്.
സാർ എന്ന് പറഞ്ഞതനുസരിച്ച് ആളുകളെല്ലാം സംഘടിപ്പിച്ച് സൊസൈറ്റി ഉണ്ടാക്കി. ആ സ്ഥലത്തിപ്പോ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിന്റെ ബോർഡ് വെച്ചിരിക്കുകയാണല്ലോ സാർ. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സാർ അറിയാതെ ആ സ്ഥലം മറ്റൊരാൾക്ക് അലോട്ട് ചെയ്യാൻ സാധ്യതയില്ല. സാറിന്റെ വകുപ്പിൽപ്പെട്ടതാണല്ലോ അത്. എന്നാലും സർക്കാർ എന്ന് പറയുന്നത് ഞാനൊരാൾ മാത്രമല്ലല്ലോ. ഇല്ല സാർ, സാർ ഒന്നും മനസ്സിലാക്കിയ നന്നായിരുന്നു. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയാണ് പലരും ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഇത് വല്ലാത്ത ചതിയായി പോയി സാർ. ഇതിലിത്ര അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വിചാരിക്കുന്നത് മുഴുവൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ രീതിയല്ല. ഞാൻ സാറിനോട് രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ഇല്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കി തരാം. ചോദിച്ചുടനെ എല്ലാം കൊടുത്ത പിന്നെ ജനങ്ങളെ കൊണ്ട് നമുക്കെന്ത് കാര്യം? ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള അവരുടെ പ്രതീക്ഷയിലാണ് നമ്മുടെ ഈ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഉറപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ സ്ഥലം പോയാൽ വേറൊരു സ്ഥലം തരാമെന്ന് പറ. അങ്ങനെ അവരുടെ പ്രതീക്ഷ നീട്ടിക്കൊണ്ടുപോകാം. സാർ, എന്താണ് സാർ ഈ പറയുന്നത്? സമയമുള്ളപ്പോൾ എന്നെ ഒന്ന് കാണ്. എങ്ങനെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാകണം, വീറും വാശിയുമുള്ള നേതാവാകണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. രാഷ്ട്രീയം അന്തമില്ലാത്തൊരു കടലാണ് കുട്ടി. അപ്പോ സാർ മനഃപൂർവ്വം വഞ്ചിക്കായിരുന്നു. കൂടുതൽ ആവേശം വേണ്ട. സാറിന് അന്തസ്സുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം സാർ. കേട്ടോ, നീ ആരാന്നുണ്ട് നിന്റെ വിചാരം? ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകര അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ വേരോടെ പിഴുതെറിയും ഞാൻ. മനസ്സിലായോ? മുളയിലെ നുള്ളിയില്ലെങ്കിലേ തഴച്ചു വളർന്ന് വലിയ മരമാകും. അപ്പൊ വെട്ടാൻ വലിയ പ്രയാസമാ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് സാർ ഫോൺ കട്ട് ചെയ്തു. എന്റെ അടുത്ത് ഉപയോഗിച്ച ഭാഷ ഇവർക്ക് കൂടി കേൾക്കാൻ അവസരം ഉണ്ടാക്കണം സാർ. എന്തിനാണ് ഈ പുറപ്പാട്? ഏതായാലും എന്നെ വേരോടെ പിഴുത് കളയാൻ പോവാണല്ലോ. കൂട്ടത്തിൽ ഈ കൂടിയിരിക്കുന്നവരും പിഴുതെറിഞ്ഞ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളെപ്പോലുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കഴുതകളാണല്ലോ ഇവര്. എന്താണ് ഈ കാണിക്കുന്ന ബോധമുണ്ടോ? ഒരു മന്ത്രിയെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാവോ? എന്ത് ഭവിഷ്യത്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഭരണപക്ഷത്തിന്റെ MLA ആണ്. അല്ല, നിങ്ങളുടെ പാർട്ടി ടിക്കറ്റിൽ ഞാൻ മത്സരിച്ചിട്ടില്ല. MLA ആക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ തപസ്സിരുന്നിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഈ ജോലി ഏൽപ്പിച്ചത് ഈ നാട്ടുകാരാണ്. അവരെ വഞ്ചിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. മര്യാദയുടെ ഭാഷ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ഞാനും സാറും ഒക്കെ ഈ സമൂഹത്തിൽ തുല്യരാണ്. മന്ത്രിയായിട്ടല്ല സാർ ജനിച്ചത്. മനസാക്ഷി ഇല്ലാതെ ജീവിക്കാൻ തയ്യാറായാൽ സാറിനേക്കാൾ വലിയ പദവിയിലെത്താൻ എന്നെ കൊണ്ട് കഴിയും. എന്നെ പോലെ പലർക്കും കഴിയും. എന്താണോ നോക്കി നിൽക്കുന്നത്? ഞങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പറയണം സാർ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കയറ്റി പിരിച്ചെടുത്ത നികുതി പണമുണ്ടല്ലോ, അത് കൊടുത്ത് വാങ്ങിയ തോക്കുണ്ടാവും പോലീസിന്റെ കയ്യിൽ. ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. വന്നപ്പോ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് ആരെങ്കിലും വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. വരട്ടെ. ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെ അറിഞ്ഞോ? ഞങ്ങൾ വഴിയിൽ വെച്ച്. അതെ, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കാര്യങ്ങളൊക്കെ സ്വയം തീരുമാനിക്കാനും പ്രവർത്തിക്കാനുമുള്ള പ്രാപ്തിയായല്ലോ. സന്തോഷായി. എന്തിനാ തിരക്കിട്ടിപ്പോ ഇങ്ങോട്ട് പോകുന്നത്? ജാഥയും മീറ്റിംഗ് ഒക്കെ വെളുക്കുന്നിടം വരെ നടത്തായിരുന്നില്ലേ? ഇങ്ങോട്ട് വരണം തന്നെയില്ല. എവിടെങ്കിലും പോയി നിരയിക്കോ? ഒരു പെൺകുട്ടിയാണെന്നുള്ള വിചാരം പോലും നിനക്കില്ലാണ്ടായി പേലടി. എന്തറിഞ്ഞിട്ട് അമ്മ ഈ പറയുന്നത്? എല്ലാം അറിഞ്ഞു. നീ വലിയ ആളായെന്നും വലിയ വലിയ ആളുകളുടെ തലയെ കയറിയിരുന്ന അധികാരം കാണിക്കാൻ തുടങ്ങിയെന്നും ഒക്കെ അറിഞ്ഞു. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ കൂട്ടർ എന്നോടാ ചോദിക്കുക, നിന്നെ കയറൂരി വിട്ടിരിക്കുകയാണോന്ന്. ഞങ്ങളെല്ലാം ഉടുത്തെരിങ്ങി എത്ര നേരം ഇവിടെ കാത്തിരുന്നു. അവസാനം അവരങ്ങ് പോയി. അവര് പോയിട്ട് എന്താ കാര്യം? നീയല്ലേ ആ പെൺകുട്ടിയെ ഒരുക്കി പന്തലിലിറക്കേണ്ടത്? മനഃപൂർവ്വം അല്ലല്ലോ അമ്മേ. നിന്റെ അച്ഛനെ നാട്ടുകാർക്കൊക്കെ വലിയ സ്നേഹവും ബഹുമാനമായിരുന്നു. ആ മനുഷ്യന് നീ ചീത്തപ്പേരുണ്ടാക്കരുത്.